10 വർഷം കേരളം ഭരിച്ചിട്ടും അഭിമാനത്തോടെ പറയാൻ ഒരു വികസന നേട്ടം പോലുമില്ലാത്തവരുടെ ഗതികേട് കണ്ടോ? LDF സർക്കാരിന്റെ വികസനം ചർച്ചയാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? അതിന് വികസനമൊന്നുമില്ലല്ലോ അല്ലേ? പകരം പഴയ കള്ളക്കഥകളുമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. കാടിളക്കി അന്വേഷണം നടത്തിയിട്ടും അധികാരത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും ഒരു ആരോപണം പോലും തെളിയിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞില്ല. ഇരുണ്ട കാലമെന്ന് ജനങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ഭരണകാലത്തെയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതേണ്ട. നിങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാരണങ്ങൾ കേരളം തിരിച്ചറിയും. കേരളത്തെ സ്തംഭിപ്പിച്ച സമരങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയിട്ടും ഒരു കേസ് പോലും തെളിയിക്കാൻ പിണറായിക്കായില്ല. ഇത് വെറും ഗതികേടാണ്. CPMന്റെ ഗതികേട്. കേരളത്തിൽ ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിയതിൽ 339 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടി സർവേ ഡിപ്പാർട്ട്മെന്റ് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ടെൻഡർ ക്ഷണിച്ചത്. 169 കോടി രൂപയാണ് ടെൻഡറിൽ ഉപകരണങ്ങളുടെ വില നിശ്ചയിച്ചത്. എന്നാൽ ഒരു ഹെക്സജൻ കമ്പനിക്ക് വേണ്ടി ഈ ടെൻഡർ കിട്ടാൻ വേണ്ടി അതിന്റെ സ്പെസിഫിക്കേഷൻ മുഴുവൻ ആ കമ്പനിക്ക് ഇതിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി 169 കോടി രൂപയുടെ ടെൻഡർ ക്ഷണിക്കുകയും അതിനുശേഷം കരാർ ഉറപ്പിച്ചതിന് ശേഷം 334 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. 16 ഇരട്ടിയോളമാണ് ടെൻഡറിന്റെ പൈസ വർദ്ധിപ്പിച്ചത് പല ഉൽപ്പന്നങ്ങൾക്കും. പിന്നെ അതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളും ടെൻഡറിൽ പറഞ്ഞേക്കാളും കൂടുതൽ എണ്ണം വാങ്ങുകയും ടെൻഡറിൽ പറഞ്ഞേക്കാളും 16 മടങ്ങ് വില വർദ്ധിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്തു. മാത്രമല്ല ഈ ടെൻഡറിന്റെ പരസ്യം കൊടുത്തതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ടെൻഡറിന്റെ നടപടിക്രമങ്ങൾ യാതൊന്നും പാലിച്ചിട്ടില്ല. മാത്രമല്ല ഈ വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഭൂരിപക്ഷം കേടായിട്ടുണ്ട്. റീസർവേയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർണ്ണമായി പാലിക്കാൻ സാധിച്ചില്ല. വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തു. ഒരു അന്വേഷണം ഉണ്ടായില്ല. അവസാനം CBI ഡയറക്ടർക്ക് പരാതി കൊടുത്ത് CBI ഡയറക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ആ പരാതി വിജിലൻസ് ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്യും. ഇതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഞാൻ പത്രക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും സമർപ്പിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ റീസർവേയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണമായി അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, കൂടുതലായി ശാസ്ത്രീയമായ അന്വേഷണം ഇനിയും നടക്കണം, അഴിമതിയുടെ വ്യാപ്തി കണ്ടെത്തണമെങ്കിൽ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം ഒരു വർഷമായി നടത്തിയിട്ടില്ല. ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് വരെ പോകേണ്ടി വന്നു. അവസാനമാണ് റിപ്പോർട്ട് കിട്ടിയത്. ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ FIR ഇടാനോ സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി 3 ആഴ്ചക്കുള്ളിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളതാണ്. ഈ ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട് ഈ വലിയ അഴിമതി നടന്നതിനെ കുറിച്ച് ഇതുവരെ റവന്യൂ വകുപ്പ് മന്ത്രി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുകയാണ്. മന്ത്രിയുടെ മൗനം ഈ അഴിമതിയുടെ കാര്യത്തിൽ ദുരൂഹതയുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.